നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ യു ഡി എഫിന് മുഖത്ത് ഏറ്റ ക്ഷതമാണ് ഈ ഫലങ്ങൾ എന്ന് കാണാൻ കഴിയും. ജനങ്ങൾ മുഖത്തടി നൽകിയിരിക്കുകയാണ്. യു ഡി എഫിനോട് ഇനിയെങ്കിലും നന്നാകൂ, അല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന സന്ദേശമാണ് ജനങ്ങൾ യു ഡി എഫിന് നൽകിയിരിക്കുന്നത്. ഇത്രയും കനത്ത പരാജയം യു ഡി എഫ് പ്രതീക്ഷിച്ചില്ല. 100ഓളം സീറ്റുകൾ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം പോലും പ്രതീക്ഷിക്കാത്തത്ര, പിണറായി വിജയൻ പോലും കണക്ക് കൂട്ടുന്നതിന് ഇത്രയും കണക്ക് കൂട്ടിയോ എന്ന സംശയമാണ്. ആ തരത്തിൽ വൻ വിജയം ജനങ്ങൾ പകർന്നു നൽകിയത് യു ഡി എഫിന് കനത്ത ക്ഷതം ഏൽപ്പിച്ചുകൊണ്ടാണ്. ആ കനത്ത ക്ഷതത്തിൻ്റെ ഇടയിൽ ബി ജെ പിക്കും സ്വന്തം പ്രതീക്ഷകളെല്ലാം തകർന്നടിഞ്ഞു. ആ തരത്തിൽ യു ഡി എഫും ബി ജെ പിയും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും ഇനി നടത്തേണ്ടി വരിക. എന്തുകൊണ്ടാണ് യു ഡി എഫിന് ഈ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്? ഒന്ന്, കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ, ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ ഒഴിഞ്ഞ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയനെ മുന്നിൽ നിർത്തി ആയിരുന്നില്ല ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വി എസ് അച്യുതാനന്ദനും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കൂട്ടായ നേതൃത്വം ഒരുപക്ഷെ വി എസ് മുഖ്യമന്ത്രി ആയേക്കാം എന്ന ഒരു ധാരണ വരെ അന്ന് സൃഷ്ടിച്ചു. അവിടെ നിന്നാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പിണറായി വിജയൻ വി എസ് ഉണ്ടാക്കിയതിനേക്കാൾ വലിയ നേട്ടവുമായി എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് യു ഡി എഫിന് ഇത്ര കനത്ത തിരിച്ചടി ഉണ്ടായത്? ഒന്ന്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ യു ഡി എഫിൽ കൂടുതൽ പിടിമുറുക്കുന്നു എന്ന ചിന്ത. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ജനവിഭാഗം, മുസ്ലിം സമുദായം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അവരുടെ അപ്രമാദിത്വം ഉണ്ടാകും എന്ന ധാരണ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഉണ്ടായി എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ നിന്നും കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അധികാരമാകെ ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാലും അധികാരം കുഞ്ഞാലിക്കുട്ടിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ശക്തനായ ഭരണാധികാരിയായി അദ്ദേഹം മാറും. കേരളത്തിൻ്റെ ബജറ്റിൻ്റെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ് മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന പ്രേരക ശക്തിയായി അദ്ദേഹം മാറും, ചാലകശക്തിയായി അദ്ദേഹം മാറും എന്ന ചിന്ത. കുഞ്ഞാലിക്കുട്ടി നമുക്കറിയാം തികച്ചും സെക്കുലറാണ്. അദ്ദേഹം വർഗീയവാദിയൊന്നുമല്ല. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുന്ന ആളൊന്നുമല്ല. എങ്കിൽ പോലും ലീഗിൻ്റെ മുസ്ലിം താൽപ്പര്യ സംരക്ഷകനായി കുഞ്ഞാലിക്കുട്ടി വരും എന്ന പ്രതീതി ഇവിടെ ഉണ്ടായി. ആ പ്രതീതി സൃഷ്ടിക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്ക് മുസ്ലിങ്ങളോട് അകൽച്ചയുണ്ടായി, ഹൈന്ദവ ജനവിഭാഗങ്ങൾക്കുണ്ടായി. അവിടെ NSS മാത്രമാണ് ഒരു പിന്തുണയുമായി യു ഡി എഫിന് സഹായകമായ നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ മുസ്ലിം വിരുദ്ധ ചിന്താഗതിക്കാരായ ക്രൈസ്തവരെയും ഹൈന്ദവരെയും യു ഡി എഫിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണമായി. അതോടൊപ്പം ക്രൈസ്തവ ജനവിഭാഗങ്ങളിലെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗം തമ്മിലുള്ള ഭിന്നത, ഓർത്തഡോക്സ് വിഭാഗത്തിനെതിരെ യാക്കോബായ വിഭാഗത്തിന് പല സഹായങ്ങളും നൽകി, പിന്തുണ നൽകി പിണറായി വിജയനും എൽ ഡി എഫും ഫലപ്രദമായി ഉപയോഗിച്ചപ്പോൾ യു ഡി എഫിന് രണ്ടുമില്ലാതെ പോയി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ നിഷ്പക്ഷനാകുന്ന തന്ത്രം ഉപയോഗിച്ചപ്പോൾ സ്വന്തം സമുദായമായ ഓർത്തഡോക്സ് അദ്ദേഹത്തെ പുതുപ്പള്ളി പള്ളിയിൽ നിഷ്കാസിതരാക്കി. അങ്ങനെ ഓർത്തഡോക്സ് ഭാഗം എതിരായി. ഒപ്പം ഓർത്തഡോക്സ് ഭാഗത്തെ ഉമ്മൻചാണ്ടി സഹായിക്കും, കോൺഗ്രസ് സഹായിക്കും എന്ന ചിന്തയിൽ യാക്കോബ വിഭാഗം എതിരായി. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് മണർകാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചത്. ഉമ്മൻചാണ്ടി ഇത്രയും ഭൂരിപക്ഷ ക്ഷയം
ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ പുതുപ്പള്ളിയിൽ? അപ്പോൾ അങ്ങനെ ആ തരത്തിൽ ക്രൈസ്തവ ജനവിഭാഗങ്ങളെയും ഹൈന്ദവരെയും അകറ്റുവാൻ അവരുടെ നിലപാടുകൾ സഹായകമായി. കാരണം രാഷ്ട്രീയമല്ല, മതപരമായ വോട്ടുകളാണ് UDFന്റെ അടിത്തറ. പണ്ട് മുതലേ അതാണ്. ആ തരത്തിൽ ക്രൈസ്തവരെയും ഹൈന്ദവരെയും അകറ്റി നിർത്തുന്നതിന് ഇത് കാരണമായി. പിണറായി വിജയൻ അല്ലെങ്കിൽ CPM അധികാരത്തിൽ വരും എന്ന ഭയം ജനങ്ങളിൽ കുത്തിവെച്ച് BJPക്ക് ഉറച്ച സീറ്റുകളല്ലാത്ത സീറ്റുകളിൽ ഇടങ്ങളിൽ BJP വോട്ടുകൾ UDFന് നേടാൻ കഴിയും എന്നൊരു ഫോർമുല പണ്ട് മുതൽ ഇവിടെ നടപ്പായി വരുന്നതാണ്. ഇക്കുറി BJP ഒരു നിലപാടെടുത്തു. ഇവിടെ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതാണ് അവർക്ക് നല്ലത്. കോൺഗ്രസ് മുക്ത കേരളത്തിന് ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതാണ് നല്ലത്. ആ ഇടതുപക്ഷം അധികാരത്തിൽ വരണമെങ്കിൽ പരമാവധി വോട്ടുകൾ BJPക്ക് സമാഹരിക്കാൻ കഴിയണം. BJP പരമാവധി വോട്ടുകൾ സമാഹരിച്ചു. BDJSന്റെ ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് BJP വോട്ടുകൾ ചോർന്നത്. അല്ലാതുള്ള സ്ഥലങ്ങളിൽ പരമാവധി വോട്ടുകൾ BJPക്ക് സംഭരിക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് BJP വോട്ടുകൾ ഒതുക്കത്തിൽ ലഭിച്ച് ജയിച്ചു കളയാം എന്ന UDFന്റെ സ്വപ്നം ഇവിടെ സാധ്യമായില്ല. അപ്പോൾ കോൺഗ്രസ് മുക്ത കേരളം എന്ന BJPയുടെ നിലപാട് UDFന് തിരിച്ചടിയായി. BJP വോട്ടുകളൊന്നും കാര്യമായി UDFിലേക്ക് വരാത്ത സ്ഥിതിവിശേഷമുണ്ടായി. അതോടൊപ്പം സീനിയർ നേതാക്കന്മാർ UDF ജനങ്ങൾ തിരിച്ചടിയാണ് നൽകിയത്. പുതുമുഖങ്ങളെ കുറേയേറെ കൊണ്ടുവന്നു. പക്ഷേ തോക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ പുതുമുഖങ്ങളെ പ്ലേസ് ചെയ്തത്. എന്നാൽ CPM എന്ത് ചെയ്തു? ജയിക്കുന്ന ഉറച്ച സീറ്റുകളിൽ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിച്ച് മാതൃക കാട്ടി. UDF നേരെ തിരിച്ച ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലാണ് അവർ ചെറുപ്പക്കാരെ പരീക്ഷിച്ചത്. മറ്റൊന്ന്, ആരോപണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു പിണറായി സർക്കാരിനെതിരെ. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തല വൻ വിജയവുമായിരുന്നു. കാരണം ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കുന്നതിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ശക്തി. പക്ഷേ അതൊക്കെ വോട്ടായി മാറ്റാൻ കഴിഞ്ഞില്ല. അതിനുള്ള സംഘടനാ സംവിധാനമില്ല. കോൺഗ്രസ് എന്ന സംഘടനാ സംവിധാനം ഇല്ലാതായിരിക്കും. കോൺഗ്രസിന് ബൂത്ത് ലെവൽ കമ്മിറ്റികൾ ഇല്ലാതായിരിക്കും. കോൺഗ്രസിൻ്റെ പ്രവർത്തനം ജംബോ കമ്മിറ്റികൾ ഉണ്ടായതുകൊണ്ട് എന്ത് പ്രയോജനം? ഉമ്മൻചാണ്ടിയെ മുഖം കാണിക്കുക, രമേശ് ചെന്നിത്തലയെ മുഖം കാണിക്കുക, ബാക്കി സമയം കുറേ സമയം KPCC ഓഫീസിൽ പോയി മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ മുഖം കാണിക്കുക, പലപ്പോഴും വരുന്ന AK ആന്റണിയെയും KC വേണുഗോപാലിനെയും മുഖം കാണിക്കുക. ഇത് മാത്രമായി കോൺഗ്രസ് നേതാക്കന്മാരുടെ ജോലി. അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ എത്ര പേർക്ക് കഴിഞ്ഞു? എത്ര പേര് അത് തയ്യാറാകുന്നുണ്ട്? അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരുടെ എന്ന പട്ടം ഒരാഭരണമായി കൊണ്ടു നടക്കുന്ന ഭിക്ഷാന്തേഹികളായി അനേകം കോൺഗ്രസ് നേതാക്കന്മാർ മാറി. അതുകൊണ്ട് അവർക്ക് ഈ വിഗ്രഹം, ഈ പട്ടം മതി, അവർക്ക് ഈ കിരീടം മതി, അവർക്ക് ഈ ഖദർ മതി. അത് വെച്ച് അവർ ജീവിച്ചുകൊള്ളു. ആത്മാർത്ഥതയില്ലാത്ത നേതൃത്വമായി. മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ BJP ആണ് പ്രവർത്തകരെ സംരക്ഷിക്കുന്ന പാർട്ടി. കോൺഗ്രസ് പ്രവർത്തകനൊരു പ്രശ്നം വന്നാൽ അവനെ തള്ളിപ്പറയും, അവനെ തള്ളിക്കളയും, അവനെ തെരുവിലിറക്കി വിടും, അവന് വേണ്ടി സംരക്ഷിക്കുക. അപ്പോൾ ഗാന്ധിസവും ഫിലോസഫിയും കൊണ്ടുവരും. അപ്പോൾ ആര് കൂടെ നിൽക്കും? ഈ പ്രമുഖ നേതാക്കന്മാരെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന പല ഇടത്തരം നേതാക്കന്മാരും ഈ കോൺഗ്രസ്സിൽ ഏറെയുണ്ട്. പിന്നെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിലനിന്ന് പോവുകയാണ്. ഇവരൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിലനിൽക്കില്ല, കൂടെ നിൽക്കില്ല, ചതിച്ചു കളയും, വഞ്ചിച്ചു കളയും എന്ന് പറയുന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം മാറിയിരിക്കുന്നു. ആത്മാർത്ഥതയുള്ള നേതൃത്വമില്ല. ഒരു പ്രശ്നമുണ്ടായാൽ തള്ളിപ്പറയുന്ന നേതൃത്വമാണുള്ളത്. അപ്പോൾ ഫിലോസഫി പറയും, ഗാന്ധിയുടെ മക്കളായി മാറും, മഹാത്മാഗാന്ധിയുടെ അനുചരന്മാരായി മാറും. അവരുടെ കാര്യം വരുമ്പോൾ അവർ എന്തു ചെയ്യുകയും ചെയ്യും. അവർക്കിടെ സാമ്പത്തിക നേട്ടം, അവരുടെ പദവി നേട്ടം, അവരുടെ കുടുംബത്തിൻ്റെ നേട്ടം,
ഒക്കെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഇത് കോൺഗ്രസിലെ ഇടത്തരം നേതാക്കന്മാർ എന്നെപ്പോലുള്ള അനേകം പത്രപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ള അനുഭവ കഥകളാണ്. അങ്ങനെ ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു. മാത്രമല്ല, ഏകോപനമില്ലായ്മ. ഇവിടെ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പ് UDF കൺവീനർ MM ഹസൻ ഒരു കാര്യം പറയുന്നു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വേറൊരു കാര്യം പറയുന്നു. ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഏകോപനമില്ലായ്മ ഒടുവിൽ ഉമ്മൻചാണ്ടിയെ കെട്ടിയിറക്കിയിട്ടും ഗുണമില്ലാതെ വന്ന് ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കാൻ കഴിഞ്ഞോ? ഉമ്മൻചാണ്ടി പോലും വെള്ളം കുടിച്ചു. ഉമ്മൻചാണ്ടിയെ കെട്ടിയിറക്കിയിട്ട് ഗുണമുണ്ടായോ? അപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നിട്ട് ജനങ്ങൾ താരങ്ങളെ കാണുന്നത് പോലെ കണ്ടതല്ലാതെ കാര്യമായ നേട്ടം വോട്ടുകളിലുണ്ടായോ? വയനാട് ജില്ലയിലെ 2 സീറ്റ് അത് UDF സീറ്റാണ് പണ്ട് മുതലേ. ഇവരെ ജനങ്ങൾ മമ്മൂട്ടിയെ മോഹൻലാലിനെയും കാണുന്നത് പോലെ കണ്ട് വീട്ടിൽ പോയതല്ലാതെ വോട്ടുകാര്യം വന്നപ്പോൾ അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു. കാരണം അവരുടെ ജീവിതം ഇതൊക്കെ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യാത്തവരാണ് UDF എന്നും അഴിമതിക്കാരാണെന്നും സത്യസന്ധരല്ലെന്നും, എന്നാൽ ഇതിന് അപ്പുറം പറഞ്ഞാൽ പാക്കുപാലിക്കുന്നവരാണ് LDF സർക്കാരെന്നും ബോധ്യപ്പെടുത്തുവാൻ ജനങ്ങൾക്ക്, ഗവൺമെന്റിന് കഴിഞ്ഞു, ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. അത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ജനങ്ങളുടെ വിശ്വാസ്യതയാണ് പ്രശ്നം. ഇത്രയും ആരോപണം ഉന്നയിച്ചും പിണറായി വിജയൻ കള്ളനാണെന്ന് എന്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിച്ചില്ല? അയാൾ പറയുന്നതിൽ ഒരു സത്യസന്ധതയുണ്ട്, ആത്മാർത്ഥതയുണ്ട്. കഴിയുന്നതേ ചെയ്യാൻ പറ്റുന്നതേ പറയും, അല്ലെങ്കിൽ വിടുവായത്തം പറയില്ല. നാട് മൊത്തം പടക്കമടിച്ച് നടക്കില്ല എന്ന ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്രയും വൻപിച്ച ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് ലഭിച്ചത്, തിരിച്ചടി UDFന് ലഭിച്ചത്. അതുകൊണ്ട് UDF നിലനിൽക്കണമെങ്കിൽ വളരെ കഠിനാധ്വാനം ചെയ്യണം. ജനങ്ങളിൽ സത്യസന്ധമായി പെരുമാറണം. കാപട്യത്തിൻ്റെ നേതാക്കന്മാരെ തുടച്ചു നീക്കണം. ഖദർ കീറി തോളേൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അയാൾ മാറിക്കഴിയുമ്പോൾ അയാളെ കുറ്റം പറയുന്ന, പുലഭ്യം പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് കോൺഗ്രസ് നേതാക്കന്മാർ ഉപേക്ഷിക്കണം. അതൊരു വലിയ വെല്ലുവിളിയാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒറ്റപ്പെട്ട ഒരു തുരുത്തായി കേരളം തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഇനി UDF നേരിടാൻ പോകുന്നത്, കോൺഗ്രസ് നേരിടാൻ പോകുന്നത്, പ്രധാനമായി കോൺഗ്രസ് നേരിടാൻ പോകുന്നത് BJPയുടെ പ്രലോഭനങ്ങളാണ്. ഇനി BJPക്ക് വേണ്ടത് കോൺഗ്രസ് നേതാക്കന്മാരെ അതേപോലെ അടർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിനവരെന്തും ഉപയോഗിക്കും. അധികാരമുണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്, ആത്മാർത്ഥതയുണ്ട്. BJP പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും പാർട്ടിക്കും ആത്മാർത്ഥതയില്ല എന്ന് ചിന്തിക്കാൻ പറ്റില്ല. ആത്മാർത്ഥതയുണ്ട്. അവരൊപ്പം നിന്നാൽ കൂടെ നിൽക്കും, ഏതറ്റം വരെയും നിൽക്കും. ആ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കുമാണുള്ളത്. അതുകൊണ്ട് ഈ കൈവിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ കൈയിട്ട് കളയുന്ന UDF കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഞങ്ങൾ ഒപ്പമുണ്ട്, ഒപ്പം പിടിച്ചു, ഒപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്ന BJP നേതൃത്വം ഉണ്ടായാൽ പ്രവർത്തകർ അവിടെ കൊടുക്കും. അതാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതാണ് BJPയുടെ ലക്ഷ്യം. അതിൽ നിന്ന് കരകയറുക, പിടിച്ചു നിൽക്കുക. അടുത്ത 5 വർഷം, 10 വർഷം ഭരണമില്ലാത്ത കോൺഗ്രസ് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമാണ്. വളരെ പ്രയാസമാണ്. ലീഗിൻ്റെ പോലും, മലപ്പുറത്ത് പോലും വൻ ഭൂരിപക്ഷമൊക്കെ ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ പണ്ട് ഉണ്ടായിരുന്ന മണ്ഡലങ്ങളൊക്കെ തകർന്നടിഞ്ഞു. ഭൂരിപക്ഷം വളരെ താഴെ പോയി. വൻ നേതാക്കന്മാരുടെ ഭൂരിപക്ഷം താഴെ പോയി. രമേശ് ചെന്നിത്തല മാത്രമേ പിടിച്ചു നിന്നുള്ളൂ. ഉമ്മൻചാണ്ടി താഴെ പോയി. മലപ്പുറത്തെ കൊത്തളങ്ങൾ ലീഗിൻ്റെ തകർന്നടിഞ്ഞു. ഇത്രയും ഭൂരിപക്ഷം അവിടെ ലഭിച്ചാൽ മതിയല്ല, പോരാ. ഈ ഒരു അവസ്ഥയിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇനി UDFിലും കോൺഗ്രസിലും ഉണ്ടാവുക. അതിന് ശക്തമായ ചിന്തകളും വിലയിരുത്തലുകളും ഉണ്ടായി മുന്നോട്ട് പോകാൻ കഴിയണം. UDFും കോൺഗ്രസും നശിക്കരുത്. കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നശിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. തമ്മിലടിയായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. ആ തമ്മിലടി ഒഴിവാക്കിക്കൊണ്ട് വിൽക്കാത്ത ചരക്കുകൾ മാറി
വീട്ടിലേക്ക് പോയി അവർ മാറി നിൽക്കണം. ഇനി ജനങ്ങൾക്ക് സ്വീകാര്യമായവർ പുറത്തു വരണം. അവരെ പ്രസന്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഒരു പുതുജീവൻ നേടണം. അതിനവർക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.